ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് 42ാമത്തെ കൊച്ചിൻ ഫ്ലവർ ഷോൻ്റെ വിശേഷങ്ങളാണ്. നമുക്ക് ഇവിടെ എറണാകുളം മെറിൻ ഡ്രൈവിലാണ് ഈ ഫ്ലവർ ഷോ ഉള്ളത്. നമ്മൾ ഡിസംബർ 24 മുതൽ ജാൻ 4 വരെയാണ് നമുക്ക് ഫ്ലവർ ഷോ ഉള്ളത്. ഞാൻ പോയത് ജനുവരി 1 കേട്ടോ. നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് റേറ്റ്സ് വരുന്നത് അഡൽട്ട്സിന് 120, കുട്ടികൾക്കാണെങ്കിൽ 50 ആണ്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇതുപോലെ നിറച്ചും ഓർക്കിഡിൻ്റെ ഒരു വലിയ കളക്ഷനാണ്. നമ്മൾ അധികം കാണാത്ത ഒരുപാട് കളക്ഷൻ ഉണ്ട് ഓർക്കിഡിൻ്റെ. ഈ വയലറ്റൊക്കെ എനിക്ക് റെഗുലർലി കാണുന്നതാണ്. ബട്ട് ഈ ഓറഞ്ച് അല്ലെങ്കിൽ യെല്ലോ അങ്ങനത്തെ ഷെയ്ഡ്സൊക്കെ നമ്മൾ അത്ര കോമൺ അല്ലാതെ കാണുന്നതാണ്. ഞാൻ അറിഞ്ഞത് 5000-ഓളം ഓർക്കിഡിൻ്റെ കളക്ഷൻസ് അവിടെ ഉണ്ടെന്നാണ്. അപ്പം ഇത് മാത്രമല്ല കേട്ടോ, ഇവരുടെ എക്സിറ്റിൻ്റെ ഭാഗത്തും ഒത്തിരി ഓർക്കിഡ്സിൻ്റെ കളക്ഷൻ ഉണ്ട്. വേണമെങ്കിൽ ഒരു ഓർക്കിഡിൻ്റെ സ്വർഗം എന്ന് വേണമെങ്കിൽ പറയാം. അതേ വീഡിയോൻ്റെ ലീറ്റർ പാർട്ടിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ അവിടെ നിന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം ഇവിടെ ഇങ്ങനെ കുറച്ച് ബോർഡ്സൊക്കെ അവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചെടി സംബന്ധമായിട്ടുള്ള എന്ത് ഡൗട്ട്സും ചോദിക്കാൻ ഓഫീസേഴ്സിൻ്റെ സേവനവും അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കത് വേണമെങ്കിൽ അവരോട് ചോദിക്കുകയും നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ക്ലാരിഫൈ ചെയ്യാം. ഇതുപോലെ ഒരു ചെറിയ പോണ്ടൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആർട്ടിഫിഷ്യലായിട്ട്. അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്, നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കുട്ടികളൊക്കെ ഒത്തിരി എൻജോയ് ചെയ്യും. പിന്നെ എനിക്ക് എടുത്തു പറയാൻ തോന്നിയത് ഇതുപോലെ സെക്യുലൻസിൻ്റെ കളക്ഷനാണ്. നമ്മൾ സെക്യുലൻസൊക്കെ ചെറിയ പോട്ടിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടാകും. ബട്ട് ഇത്രയും വലുതായിട്ട് ഒരു വൈഡ് ഏരിയയിൽ ഇത്രയും വലിയതായിട്ട് ഞാൻ ഇതിനു മുന്നേ കണ്ടിട്ടില്ല. ഇത് സെക്യുലൻസ് ഇഷ്ടമുള്ളവർക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ള സെക്യുലൻസൊക്കെ കാണാനും അതിനെ പറ്റി കൂടുതൽ അറിയാനും ഒക്കെ നമുക്കവിടെ പറ്റും. അവിടെ ഓഫീസേഴ്സ് അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അവരോട് ചോദിക്കാം, അവർ നമുക്ക് പറഞ്ഞു തരും. പിന്നെ നമ്മൾ പോകുമ്പോഴത്തേക്കും ഇതുപോലെ ജമന്തിയുടെയും പെറ്റൂണിയുടെയും അതുപോലെ തന്നെ ബൊഗൻവില്ലയുടെയൊക്കെ ഒരു കളക്ഷനാണ്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. നമ്മൾ കാണുന്ന കളർ മാത്രമല്ല, ചെറിയ പൂക്കളുടെ ഉണ്ട്, വലിയ പൂക്കളുടെ ഉണ്ട്. ഇതെല്ലാം അറേഞ്ച് ചെയ്തേക്കുന്ന രീതിയും നല്ല ഭംഗിയായി കാണും. നമുക്ക് ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണെന്ന് പറയേണ്ടി വരും. പിന്നെ പെറ്റൂണിയൊക്കെ ആണെങ്കിലും ഇതുപോലെ മൾട്ടി കളർ പെറ്റൂണിയാസ് അവിടെ അവൈലബിൾ ആണ്. പിന്നെയുള്ളത് വെന്തി. പിന്നെ ഈ കാണുന്ന ഈ ഒരു പെർട്ടിക്കുലർ ചെടി കേട്ടോ, അതിൻ്റെ പേരെനിക്കറിയില്ല, പക്ഷെ നല്ല ഭംഗിയാണ് അതിൻ്റെ പൂക്കൾ കാണാൻ. പിന്നെ ഈ ഒരു ആർട്ട് ആക്ച്വലി ഇത് ക്ലോസ് ആയിട്ട് നോക്കുമ്പോൾ അത് മുളക് വെച്ചിട്ട് ചെയ്തേക്കുന്നതാണ്. പിന്നെ ഈ കാണുന്നത് പോയിൻസെറ്റിയ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ്. അറൗണ്ട് 8 ഷെയ്ഡിൽ 6000-ഓളം പ്ലാന്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. അതൊരു എന്താ പറയുക, എനിക്ക് എത്രത്തോളം ഈ ക്യാമറയിൽ അതിൻ്റെ ഭംഗി ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അത് നേരെ കാണേണ്ടത് തന്നെയാണ് കേട്ടോ. അത് അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയും നല്ല ഭംഗിയാണ് കാണാൻ. ഞാനിതൊക്കെ പറയുമ്പോൾ തോന്നുന്നുണ്ടാവും ഇങ്ങനെ ചെടികളൊക്കെ കാണുന്നുണ്ട്, ശരിയാണ്, ബട്ട് ഇത് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുമെന്ന്. നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഡിസംബർ 6 നമുക്കിത് പർച്ചേസ് ചെയ്യാൻ പറ്റും. അവർ തന്നേക്കുന്ന നോട്ടിഫിക്കേഷൻ അനുസരിച്ചിട്ട് ഡിസംബർ 4 വരെയാണ് ഫ്ലവർ ഷോ. ബട്ട് നമ്മൾ അവർ അന്വേഷിച്ചപ്പം അവർ പറഞ്ഞത് ഡിസംബർ 6 ഈ പ്ലാൻസ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ അവർ അവൈലബിൾ ആക്കും എന്നാണ്. അപ്പം അത് താല്പര്യമുള്ളവർക്ക് അത് ട്രൈ ചെയ്ത് നോക്കാം. ഈ കാണുന്നതെല്ലാം വെന്തിപ്പൂവിൻ്റെ കളക്ഷനാണ്. നല്ല വലിയ വെന്തിപ്പൂക്കളാട്ടോ. വെന്തിപ്പൂവിൻ്റെ വലിയൊരു കളക്ഷനാണ് നമുക്ക് അവിടെ ഉള്ളത്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പിന്നീട് പോയത് ടെറാറിയംസ് ഉള്ള ഒരു ഏരിയയിലേക്കാണ്. ടെറാറിയംസിൻ്റെ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട്. ഭയങ്കര ആർട്ടിസ്റ്റിക്കായിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തേക്കുന്ന നല്ല വെറൈറ്റി ടെറാറിയംസൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ അതുപോലെ തന്നെ അക്വേറിയംസും അവൈലബിൾ ആയിരുന്നു. അതിൻ്റെ കൂടെ തന്നെ അവർ ബോൺസൈ ചെടികളുടെ കളക്ഷൻസും അവിടെ അവൈലബിൾ ആണ്. ഇവിടെ ആർട്ടിസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ടുണ്ട്. ശരിക്കും ഒരു പീസ് ഓഫ് ആർട്ട് തന്നെയാണ് അവർ അതിനകത്ത് ക്രിയേറ്റ് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ. ഞാൻ ക്ലോസ് ആയിട്ട് കാണിക്കാം, കണ്ടാൽ മനസ്സിലാകും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അതെല്ലാം ചെയ്തേക്കുന്നത്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പോയത് ആന്തൂറിയംസ് സെറ്റ് ചെയ്തേക്കുന്ന സ്ഥലത്താണ്. നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. ഇത് സീനിയാണ്. വിൻകാ റോസസിൻ്റെയും ഒത്തിരി കളക്ഷൻ ഉണ്ട്. ഇത് എനിക്ക് നല്ല വെറൈറ്റി ആയിട്ട് തോന്നിയ ഒരു ടൈപ്പ് ഓഫ് കാക്ടസ് ആണ്. ഇതും അവർ വളരെ കളർഫുൾ ആയിട്ട് സെറ്റ് ചെയ്തേക്കുന്ന മറ്റൊരു ഏരിയ ആണ്. ഈ ഒരു ഏരിയ അത് ജോമെട്രിക് പാറ്റേൺസിലാണ്. അടിപൊളിയാണ് കാണാൻ. ഞാൻ ഇതിപ്പം വീഡിയോയിൽ ആക്കുന്നു എങ്കിലും ഇത് നേരെ കാണുന്ന അത്രയും എന്താ പറയുക, ആ ഒരു ഭംഗി വീഡിയോയിൽ എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ജസ്റ്റിഫൈ ചെയ്യണ്ടോ എന്ന് എനിക്കറിയില്ല. ഡെഫിനറ്റ്ലി ഇവിടെ ഉണ്ടെങ്കിൽ പോയി കാണുക.
ഇത് കാർനേഷൻ ഫ്ലവർ ആണ്. കാണുമ്പോൾ തന്നെ അറിയാം ഒരുപാട് വെറൈറ്റി ഉണ്ട് ചെടിയുടെ. പിന്നെ അവിടെ ഒത്തിരി ഫ്രൂട്ട്സിൻ്റെയൊക്കെ ചെടികളുടെയൊക്കെ തൈകൾ ഒത്തിരി ഉണ്ട്. പിന്നെ നമ്മൾ റോസസിൻ്റെയും ഒത്തിരി കളക്ഷൻ. പക്ഷേ റോസസ് എനിക്ക് ജനറലി ഒത്തിരി വലിപ്പമുള്ള റോസസ് ഉണ്ട്, ബട്ട് നമ്മൾ സാധാരണ നഴ്സറിയിലൊക്കെ കാണുന്ന ടൈപ്പ് റോസസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെയും കുറേ കളർഫുൾ ഏരിയാസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഞാൻ നേരത്തെ കാണിച്ചൊരു കാക്ടസ് പ്ലാന്റ് ഇല്ലേ, അതിൻ്റെയും ഒരുപാട് പ്ലാന്റ്സ് അവിടെ അവൈലബിൾ ആണ്. ഇതാണ് ആ ഓർക്കിഡിൻ്റെ സ്വർഗം എന്ന് പറയപ്പെടുന്ന സ്ഥലം. അമ്മാതിരി കളക്ഷൻ ഉണ്ടായിരുന്നു ഓർക്കിഡ്സിൻ്റെ, അത്രമാത്രം. നമ്മൾ ഓർക്കിഡ്സ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ആ സ്ഥലം കാണാൻ തന്നെ നമുക്ക് ഒത്തിരി സമയമെടുക്കും. അത്രയും എൻജോയ് ചെയ്ത് കാണാനുള്ള ഓർക്കിഡ്സിൻ്റെ വെറൈറ്റീസ് അവിടെ ഉണ്ട്. നമ്മൾ നോർമലി നഴ്സറീസിൽ കാണാത്ത ടൈപ്പ് ഒരുപാട് കളക്ഷൻ ഉണ്ട് അവിടെ. അപ്പം ഓർക്കിഡ്സൊക്കെ കളക്ട് ചെയ്യുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. 10,000 പ്ലാന്റ്സ് ഓർക്കിഡ്സിൻ്റെ തന്നെ ഉണ്ടല്ലോ. അപ്പം ഡെഫിനറ്റ്ലി നിങ്ങളുടെ കളക്ഷൻ ഇല്ലാത്ത കാര്യങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും. പിന്നെയും കുറേ കളർഫുൾ ആയിട്ടുള്ള അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഫ്ലവേഴ്സിൻ്റെ. ഇത് അഡീനിയം പ്ലാന്റ്സിൻ്റെ കളക്ഷനാണ്. അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട്. ഇതിൽ നിറച്ചും ജമന്തി അങ്ങനത്തെ ചെടികളായിരുന്നു പിന്നെ അങ്ങോട്ടുണ്ടായിരുന്നേ. ഈ പൂക്കൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ആ റെഡും എനിക്ക് എക്സാക്ട്ലി പേരറിയില്ല, ബട്ട് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു കളർ കോമ്പിനേഷനും ഈ ഒരു അറേഞ്ച്മെൻറ്റും എല്ലാം എനിക്ക് നല്ല ഇഷ്ടമായി. നമ്മൾ യൂഷ്വലി നമ്മുടെ നാട്ടിലധികം കാണാത്ത ടൈപ്പ് ഓഫ് ചെടിയായിരുന്നു അത്. ട്രോപ്പിക്കൽ ഗാർഡൻ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ചെടി കേട്ടോ, അത് നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഇങ്ങനെ എവിടേക്കോ വീടുകളിൽ കണ്ടിട്ടുണ്ടെന്നുള്ളത്, പക്ഷെ നോർമലി കാണുന്ന ടൈപ്പ് ചെടിയല്ല. അതിൻ്റെ ഒരുപാട് കളർ കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. ഇത് സീനിയാണ്, സിംഗിൾ പെറ്റൽ, ഡബിൾ പെറ്റൽ എല്ലാ വെറൈറ്റീസും അവിടെ അവൈലബിൾ ആണ്. ഈ ചെടി കേട്ടോ ഞാൻ പറഞ്ഞത്, നല്ല ഭംഗിയാണ് കാണാൻ. പെറ്റൂണിയസിൻ്റെ ഒത്തിരി നല്ല കളക്ഷൻ ഉണ്ട്. പെറ്റൂണിയസ് ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ ആ കളേഴ്സിൽ നമ്മൾ ഒരു വൈറ്റ് ഡോട്ട് വരുന്ന ടൈപ്പും അങ്ങനെ മൾട്ടി കളർ ഉണ്ടല്ലോ, അതെല്ലാം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എക്സിബിഷൻ കഴിഞ്ഞ് നമ്മൾ ആ എക്സിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ നമുക്ക് വിത്തുകളെല്ലാം മേടിക്കാൻ അവിടെയുണ്ട്. അത് എനിക്ക് തോന്നുന്നില്ല എക്സിബിഷൻ്റെ അവർ തന്നെ ചെയ്യണതാണ്. ഇതല്ലാതെ വേറെ ഒത്തിരി സ്റ്റോൾസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ചെടികൾ മേടിക്കണമെങ്കിൽ അവിടെ നിന്ന് മേടിക്കാം. എക്സിബിഷനിലെ ആ ചെടികൾ മേടിക്കണതാണ് December 6th പറഞ്ഞത്. അതല്ലാതെ എക്സിബിഷൻ നമ്മൾ എക്സിറ്റ് ചെയ്യുമ്പം അവിടെ ഇഷ്ടമാതിരി ഇതുപോലെ ചെടികളൊക്കെ വിൽക്കുന്ന കടകളുണ്ട്. അവിടെ നമുക്ക് ചെടികൾ മേടിക്കാം. ഇതല്ലാതെ ഈ എക്സിബിഷന് പുറത്ത് വേറെ നഴ്സറീസ് ചെടികൾ വിൽക്കുന്ന സ്ഥലമുണ്ട്, അവിടെ നിന്ന് നമുക്ക് മേടിക്കാം. ചെടികളല്ലാതെ ഇതുപോലെ ഹോം അപ്ലയൻസസിൻ്റെ നമ്മൾ യൂഷ്വലി എക്സിബിഷൻസിനൊക്കെ കാണുന്ന കുറേ കാര്യങ്ങളില്ലേ, അതെല്ലാം അവിടെ അവൈലബിൾ ആണ്. ഇവിടെ ഞാൻ ജോയ് അലുക്കാസിലൊരു ആ ഒരു സ്റ്റോളിൽ ഒരു ലക്കി ഡ്രോ ഉണ്ടായിരുന്നു, എഴുതിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. December 4th റിസൾട്ട് വരുന്ന ഇറങ്ങി നമുക്ക് നോക്കാം ലക്കുണ്ടോയെന്ന്. ഈ എക്സിബിഷന് പുറത്ത് വേറെ നഴ്സറീസിൻ്റെ ചെടികൾ അവൈലബിൾ ആണ് മേടിക്കാൻ. അതാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞ് മെറിൻ ഡ്രൈവിലൊന്ന് നടക്കാനൊക്കെ പോയി പിന്നെ പയ്യെ വീട്ടിലേക്ക് വന്നു.